നമസ്കാരം News18 Expressലേക്ക് സ്വാഗതം. കാലവർഷം കനത്തതോടെ സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. തിരുവനന്തപുരം ആര്യനാട് വിദ്യാർത്ഥി കുളത്തിൽ മുങ്ങി മരിച്ചു. വിതുര ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മലയടി സ്വദേശി അക്ഷയാണ് മരിച്ചത്. തിരുവനന്തപുരം പാറശാല ചെറുവാരക്കോണത്ത് വീടിന് മുകളിൽ ഒടിഞ്ഞു വീണ മരക്കൊമ്പ് വെട്ടിമാറ്റുന്നതിനിടയിൽ ടെറസിൽ നിന്നും കാൽ വഴുതി വീണ് വയോധികൻ മരിച്ചു. ചെറുവാരക്കോണം സ്വദേശി ചന്ദ്രനാണ് മരിച്ചത്. പാറശാല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പത്തനംതിട്ട പ്ലാപ്പള്ളി കമ്പകത്തും വളവിൽ മരം കടപുഴകി വീണു. ഇതോടെ ശബരിമല പാതയിലെ ഗതാഗത തടസ്സം അനുഭവപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കണ്ണൂർ കാപ്പിമലയിൽ ഉരുൾപൊട്ടൽ, തോടുകളും പുഴകളും കരകവിഞ്ഞൊഴുകുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിൽ. വെള്ളച്ചാട്ടത്തിന് സമീപത്തെ പറമ്പിൽ ബിനോയി എന്നയാളുടെ കൃഷിയിടത്തിലാണ് ഉരുൾപൊട്ടിയത്. 5 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴയിൽ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശം. പലയിടത്തും മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടിവീണ് പലയിടങ്ങളിലും വൈദ്യുതി വിതരണം നിലച്ചു. രാമന്തള്ളി കുന്നര പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. പ്രദേശത്ത് 10ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. രാമന്തള്ളി കരപ്പാത്ത് ക്ഷേത്രം മേൽക്കൂര മരം വീണ് ഭാഗികമായി തകർന്നു. പലയിടത്തും വൈദ്യുതി തടസ്സപ്പെട്ടു. കോഴിക്കോട് വടകരയിൽ കടലാക്രമണം രൂക്ഷം. വടകര നഗരസഭ മുതൽ ചോറോട് പഞ്ചായത്ത് അതിർത്തി വരെയുള്ള 100ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. പലയിടത്തും റോഡും കടൽഭിത്തിയും തകർന്നു. ഏതാനും കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴവെള്ളപ്പാച്ചിൽ തുടരുന്നു. കനത്ത മഴയിൽ കോഴിക്കോട് ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയും കരകവിഞ്ഞു. കനത്ത മഴയിൽ കണ്ണൂർ പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടമുണ്ടായി. കോഴിക്കോട് വടകര കൊമ്മിനേരി താഴെ പാലത്തിന് സമീപം കനാലിൽ ഒഴുകിപ്പോയ യുവാവിനായുള്ള തെരച്ചിൽ തുടരുന്നു. മിത്തലെ പറമ്പത്ത് വിജീഷാണ് ഒഴുക്കിൽപ്പെട്ടത്. പാലത്തിന് സമീപം കനാലിൽ ഇറങ്ങി പായൽ നീക്കുന്നതിനിടയിലാണ് അപകടം. വടകരയിൽ നിന്നുള്ള ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും രാത്രിയും തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. കനത്ത മഴയും കനാലിലെ ഒഴുക്കും രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. കൊടിയത്തൂർ തെയ്യത്തും കടവിൽ കഴിഞ്ഞ ദിവസം ഒഴുക്കിൽപ്പെട്ട കാരക്കുട്ടി സ്വദേശി ഹുസൈൻ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. ഫയർഫോഴ്സ്, NDRF, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ. തുടർച്ചയായി പെയ്യുന്ന മഴ പുഴയിലെ ജലനിരപ്പ് ഉയരുന്നതും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളി. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴവെള്ളപ്പാച്ചിൽ. തിരുവമ്പാടി മുത്തപ്പൻ പുഴ ഒലിച്ച് വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കനത്ത മഴയിൽ കൊടിയത്തൂർ പഞ്ചായത്തിൽ വീട് തകർന്നു. 6ാം വാർഡിലെ കിഴക്കയിൽ ഇമ്മാനുവലിന്റെ വീടാണ് തകർന്നത്. വീടിന് പുറകുവശത്തെ മതിൽ ഇടിഞ്ഞു വീണാണ് അപകടം. താമരശ്ശേരി കൊടഞ്ചേരി മേഖലകളിൽ കനത്ത മഴ തുടരുന്നു. പുതുപ്പാടി കൊട്ടാരക്കോത്ത് മതിൽ ഇടിഞ്ഞു വീണ് വീടിന് കേടുപാട് സംഭവിച്ചു. കൊട്ടാരക്കോത്ത് സ്വദേശി ജാഫറിന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. ചുമരിൽ വിള്ളൽ വീണിട്ടുണ്ട്. താമരശ്ശേരി ചുരം 8, 9 വളവുകളിൽ കോടമഞ്ഞ് കാരണം ഗതാഗത തടസ്സം നേരിട്ടിരുന്നു. പൂനൂർ പുഴയിൽ വെള്ളമുയർന്നു. മലപ്പുറം കൊണ്ടോട്ടി ഒമാനൂയൂരിൽ ചുഴലിക്കാറ്റിൽ വ്യാപക നാശനഷ്ടം. 200-ലധികം മരങ്ങൾ കടപുഴകി. തൃശൂർ ചാവക്കാട് മേഖലയിൽ കടൽക്ഷോഭം രൂക്ഷം. നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. കടപ്പുറം, അഞ്ചങ്ങാടി വളവ്, മൂസറോഡ്, വെളിച്ചെണ്ണപ്പടി എന്നിവിടങ്ങളിലാണ് കടലേറ്റം രൂക്ഷമായത്. ഇവിടങ്ങളിൽ കടൽവെള്ളം മുനക്കക്കടവിലെ വീടുകളിലേക്ക് കയറി. കടപ്പുറം അഞ്ചങ്ങാടി വളവിലെ കെട്ടിടം നിലംപൊത്തി. നേരത്തെ കടൽക്ഷോഭത്തിൽ കെട്ടിടത്തിന് കേടുപാട് സംഭവിച്ചിരുന്നു. ബ്ലാങ്ങാട് പാർക്കിംഗ് ഗ്രൗണ്ട് വെള്ളത്തിൽ മുങ്ങി.
ശക്തമായ മഴയിൽ ഇടുക്കി അടിമാലി ആനവിരട്ടിയിൽ പാറ ഇടിഞ്ഞ് വീണ് വീടിന് നാശം. ആനവിരട്ടി മാളിയേക്കൽ ജെയിംസ് കുട്ടിയുടെ വീടിന് പിറകിലേക്ക് കൂറ്റൻ പാറക്കല്ല് അടർന്നു വീഴുകയായിരുന്നു. വീടിന്റെ ഭിത്തി തകർന്നു. സമീപത്ത് ഇനിയും കല്ലുകൾ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുള്ളതായി ഇവർ പറയും. എറണാകുളം കണ്ണമാലി നായരമ്പലം കണ്ണമാലി തുടങ്ങിയ തീരമേഖലകളിൽ കടൽക്ഷോഭം ശക്തം. ടെട്രാപാഡ് കടൽ ഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണമാലിയിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ 5 മണിക്കൂറിലധികം റോഡ് ഉപരോധിച്ചു. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാമെന്ന സബ് കളക്ടറുടെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. കണ്ണമാലിയിൽ നാട്ടുകാർ നടത്തിവന്ന ഉപരോധ സമരം അവസാനിച്ചിരിക്കുന്നു. സബ് കളക്ടർ നൽകിയ ഉറപ്പിനെ തുടർന്ന് താൽക്കാലികമായ തടയണ അടക്കമുള്ള സംവിധാനങ്ങൾ നടപ്പാക്കാമെന്ന ഒരു ഉറപ്പിനെ തുടർന്നാണ് ഉപരോധ സമരം പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് കണ്ണമാലിയുടെ ഇപ്പോഴത്തെ ഒരു നേർചിത്രം എന്ന് പറയുന്നത്. തീർത്തും ദുർബലമായ തടയണൽ, തീർത്തും ദുർബലമായ ഈ തിരമാല പ്രതിരോധിക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ തീരദേശവാസികൾ ഇവിടേക്ക് ഈ സമരത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന കല്ലുകൾ അടക്കം നിരത്തിയുള്ള സംവിധാനങ്ങളൊന്നും തന്നെയും ഇപ്പോൾ ഇവിടെയില്ല. അതിന് മുകളിലൂടെ തിരയെത്തുന്നു. അത് പ്രതിരോധിക്കാൻ തീർത്തിട്ടുള്ളത് ഈ മണൽവാടകൾ മാത്രമാണ്. ഈ മണൽവാടകളും കടന്നുകൊണ്ട് ഇവിടേക്ക് തിരയെത്തിക്കൊണ്ടിരിക്കുന്നു. വെള്ളം ധാരാളമായിട്ട് വീടുകളിലേക്ക് അടക്കം കയറുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇതിപ്പോൾ വേലിയേറ്റത്തിൻ്റെ ഒരു തുടക്ക സമയമാണ്. ഇനി ഇത് കൂടുതൽ രൂക്ഷമാകും. അത് വീടുകളിലേക്ക് അടക്കം കയറുന്നു. മണൽ അടക്കം വീടുകളിലേക്ക് നിറയുന്ന രീതിയിലേക്ക് പോകുന്നു. വീട്ടുപകരണങ്ങളും എല്ലാം തന്നെ കേടുപാടുകൾ സംഭവിക്കുന്നു. ക്യാമ്പുകളിലേക്ക് അടക്കം മാറുന്നതിന് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നുമല്ല തങ്ങൾക്ക് താൽക്കാലികമായ അത്തരം പരിഹാര പദ്ധതികളല്ല വേണ്ടത്. തൊട്ടപ്പുറത്ത് ചെല്ലാനത്ത് നടപ്പാക്കിയതുപോലെ ടെട്രാപോഡ് പദ്ധതി വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു 2ാം ഘട്ടത്തിലേക്ക് വരിക എന്നത് തന്നെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. പലവർക്കും തന്നെ വീട്ടിലേക്ക് കയറാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. എങ്ങനെ വീടിൻ്റെ ഒരു സ്ഥിതി എങ്ങനെയാണ്? വീടിൻ്റെ ഉള്ളിലൊക്കെ നിറച്ച് വെള്ളമാണ്. രാവിലെ ഇന്നലെ തുടങ്ങി ഭക്ഷണങ്ങളൊന്നും വെക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ വെച്ചിട്ട് വീട്ടിൽ കൊച്ചുങ്ങളൊക്കെ സഹോദരങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് കൊണ്ടുപോയി. ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. വീടിന് നിറച്ച് വെള്ളമായി. ഇന്നിപ്പോ ക്ലീൻ ചെയ്താലും പിന്നെയും പെട്ടെന്ന് ഇന്നിപ്പോ ക്ലീൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല. ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഇതൊന്നും അവസാനിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇന്ന് ക്ലീൻ ചെയ്താലും നാളെ ഇത് തന്നെ അവസ്ഥയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാമ്പുകളിലേക്കൊന്നും പോകാൻ താല്പര്യമില്ല. വെച്ചാൽ അവിടെ എല്ലാ തരത്തിലുള്ള ജനങ്ങളും വന്ന് കൂടുന്ന സ്ഥലമാണ്. നമുക്ക് ഏതൊക്കെ തരവാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പനിയുണ്ടാവും, മറ്റുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നിർവഹിക്കാനായിട്ട് അവിടെ സൗകര്യമൊന്നും ഉണ്ടാകില്ല. തൽക്കാലമായിട്ട് ഞങ്ങൾ ചെറിയൊരു കട്ടിലുണ്ട്, അവിടെ തന്നെ രാത്രി കിടക്കണം. വീട്ടുപകരണങ്ങളൊക്കെ ഒരുപാട് പാത്രങ്ങളൊക്കെ എല്ലാം ഒഴുകിപ്പോയി. വീട്ടുപകരണങ്ങളൊക്കെ നശിച്ചുകൊണ്ടിരിക്കുക. ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം നശിച്ചുകൊണ്ടിരിക്കുക. കണ്ണമാലിയിലെ ഒരു പൊതുചിത്രമാണ് ചേച്ചി വിവരിച്ച വീട്ടമ്മ പറഞ്ഞത്. ഇതേപോലെ തന്നെയാണ് മറ്റ് ഈ തീരത്തോട് ചേർന്നുള്ള വീടുകളിലെല്ലാം തന്നെ ഒരു അവസ്ഥ ഇതാണ്. വളരെ ദുഷ്കരമായ രീതിയിൽ ആ ഒരു സാഹചര്യത്തിലൂടെയാണ് എല്ലാവരും തന്നെ കടന്നു പോകുന്നത്. ഇതിന് അടിയന്തരമായ ശാശ്വതമായ ഒരു പദ്ധതി നടപ്പാക്കണമെന്ന് തന്നെയാണ് പൊതുവിൽ ഉയരുന്ന വികാരം. കോട്ടയം പാല അടക്കമുള്ള മേഖലയിൽ മീനച്ചിലാറ്റിൽ ജലനിരപ്പ് താഴ്ന്നുവെങ്കിലും ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കോട്ടയം കുമരകം റോഡിൽ വെള്ളം കയറി. ഉദയനാപുരത്ത് മരം കടപുഴകി വീണ് വീട് തകർന്നു. കോട്ടയത്ത് ഇന്ന് പകൽ അല്പം മഴയൊഴിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിരാവിലെ മഴ പെയ്തു. അതിനുശേഷം കാര്യമായ മഴ പെയ്തില്ല. പക്ഷേ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. ഏതാണ്ട് 500-ലധികം ആളുകൾ 30ഓളം വരുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. കിഴക്ക് നിന്നുള്ള വെള്ളം പതുക്കെ താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് അല്പം താണിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലാ പോലുള്ള മേഖലകളിൽ ആദ്യം വെള്ളം കയറുന്ന മേഖലയായിരുന്നു പാലാ ടൗൺ. പക്ഷേ അവിടേക്ക് ടൗണിൽ
വെള്ളം കയറിയില്ല. പക്ഷേ മുന്നറിയിപ്പ് അപകട നിലയിലേക്ക് വെള്ളം ഇന്നലെ എത്തിയെങ്കിൽ ഇന്ന് രാവിലെ അത് ഒരു മുന്നറിയിപ്പ് നിലയിലേക്ക് താഴുകയാണ് ചെയ്തത്. സമാനമാണ് മീനച്ചിലാറ്റിലെയും സ്ഥിതിവിശേഷം ഉള്ളത്. എന്തായാലും ഈ വെള്ളമെല്ലാം ഒഴുകി വരുമ്പോൾ, ഇത്ര വെള്ളം മാത്രം ഒഴുകി വരുമ്പോൾ തന്നെ കോട്ടയത്തിന്റെ പടിഞ്ഞാറൻ മേഖല ആകെ വെള്ളക്കെട്ടിലാണ് എന്നുള്ളതാണ്. കുമരകം റോഡിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടില്ല. പക്ഷേ ചെറുഗത വാഹനങ്ങളുടെ യാത്ര ബുദ്ധിമുട്ടാണ്. ഈരേൽക്കടവ് ബൈപ്പാസിൽ, കോട്ടയം ടൗണിലെ ഈരേൽക്കടവ് ബൈപ്പാസിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ, കോട്ടയം നഗരത്തോട് ചേർന്നുള്ള തൊട്ടടുത്തുള്ള കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും ഒക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുമ്മനത്താണ്. ഇവിടെയും സമാനമായ സ്ഥിതി തന്നെയാണ് ഉള്ളത്. നമുക്ക് കാണാൻ സാധിക്കുന്നത് കുമ്മനം തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ ക്ഷേത്രം ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിൽ ആണ് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. ഇത്രത്തോളം വെള്ളം ഈ ക്ഷേത്രത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതുതന്നെയാണ്, സമാനമായ സ്ഥിതിയാണ് ഈ മേഖലയിൽ എല്ലായിടത്തും ഉള്ളത്. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ പടിഞ്ഞാറൻ മേഖലയിൽ കാര്യമായി തന്നെ തുടരുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും ഉരുൾപൊട്ടലൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏക ആശ്വാസമായി എടുത്ത് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഈ കിഴക്കൻ മേഖലയിൽ ഈ പറയുന്ന കൂട്ടിക്കലും ഒപ്പം തന്നെ ഇപ്പുറത്ത് തീക്കോയി പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളൊക്കെയും വലിയ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അവിടങ്ങളിൽ നേരത്തെയും ഉരുൾപൊട്ടൽ പലതവണ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. അത്തരം മേഖലകളിലൊക്കെയും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നലെയും ഒരു മഴയ്ക്കൽപ്പം ശമനം വന്ന സ്ഥിതിയായിരുന്നു കൂട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. എന്തായാലും മഴ ഒന്ന് മാറി നിൽക്കുന്നു, വെള്ളം അല്പം ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അതൊരു ആശ്വാസം തന്നെയാണ്. പക്ഷെ മഴ പൂർണ്ണമായി ഒഴിഞ്ഞു എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. ഉരുൾപൊട്ടൽ ഭീഷണി അതേപോലെ നിലനിൽക്കുന്ന സാഹചര്യമാണ് കോട്ടയത്ത് ഉള്ളത്. കോട്ടയത്ത് ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും പടിഞ്ഞാറൻ മേഖലയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് തുടരുകയാണ്. 30-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. പമ്പ നദിയിലും അച്ചൻകോവിലാറിലും മണിമലയാറിലും ജലനിരപ്പ് ഉയർന്നതോടെ അപ്പർ കുട്ടനാട്ടിൽ വെള്ളക്കെട്ട് രൂക്ഷം. കുട്ടനാട് ചമ്പക്കുളത്ത് മടവീഴ്ചയെ തുടർന്ന് 350 വീടുകൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. എടത്വ, കുന്നുമാടി, കുതിരച്ചാൽ തുടങ്ങി പമ്പയാറിന്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ ഫയർഫോഴ്സ് എത്തി ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി. ആലപ്പുഴയിൽ മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലം വലിയ പ്രതിസന്ധി അപ്പർ കുട്ടനാട് മേഖലയിൽ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന ജലം അത് അപ്പർ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർത്തുന്നുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ നീരേറ്റൂറം, എടത്തു അടക്കമുള്ള, തലവടി അടക്കമുള്ള പ്രദേശങ്ങൾ, പമ്പയാറിന്റെ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടുകൂടി ആളുകളെ മറ്റിടങ്ങളിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും ജില്ലാ ഭരണകൂടം ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഫയർഫോഴ്സിന്റെ ഒരു ടീം കുതിരച്ചാൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന വെള്ളം കയറി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഒറ്റപ്പെട്ടു പോയ പ്രദേശങ്ങളിലെ ആളുകളെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഒരു ടീം ആ ഭാഗത്തേക്ക് എത്തി ആളുകളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പമ്പയാറിന്റെ ജലനിരപ്പ് വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ട്. അത് പ്രത്യേകിച്ച് കിഴക്കൻ മേഖലയിൽ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം, നല്ല ഒഴുക്ക് ഈ മേഖലകളിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആളുകളെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഫയർഫോഴ്സിന്റെ ടീം ആരംഭിച്ചിട്ടുണ്ട്. NDRFന്റെ 24-അംഗ സംഘവും ആലപ്പുഴ ജില്ലയിൽ ഉണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് നിങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ അങ്ങോട്ടുള്ള കുതിരച്ചാലൊക്കെ എന്തായിരിക്കും അവസ്ഥ? കുതിരച്ചാലും കുന്നുമാടി കുതിരച്ചാലും ഒരു 60 വീട് ഇപ്പൊ വെള്ളത്തിലാണ്. 3 ദിവസമായിട്ട് വെള്ളത്തിലാണ്. അതിനകത്ത് കിടപ്പ് രോഗികൾ വരെ ഉണ്ട്. കുറെ ആൾക്കാർ കുഞ്ഞുങ്ങളെ കൊണ്ട് അവരുടെ മറ്റ് ബന്ധു വീടുകളിലേക്ക് പോയിക്കാണ്. ഇതുവരെ അതിന്റെ ഒരു പ്രവർത്തനം, ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ചുള്ള പ്രവർത്തനം ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പൊ 3 ദിവസമായിട്ട് ആൾക്കാർ വെള്ളത്തിൽ കിടക്കുക. ഈ പമ്പയാറിന്റെ തീരപ്രദേശമാണോ? പമ്പയാറിന്റെ തീരപ്രദേശമാണ്. കർഷക തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്, കോളനി പ്രദേശമാണ്. ആ പ്രദേശത്ത് ഇതുവരെയും യാതൊരു നടപടി നടന്നിട്ടില്ല. ഇപ്പൊ 3 ദിവസമായിട്ട് വെള്ളത്തിൽ മനുഷ്യൻ കിടക്കുക. പലരും തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഇവരെല്ലാം തന്നെ ബന്ധുവീടുകളിൽ പോവുക. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് ബന്ധുവീടുകൾ. എങ്ങനെയുണ്ട് ചേച്ചി, അവിടെ എങ്ങനെയുണ്ട്? ഉണ്ട്. വെള്ളം ജലനിരപ്പ് ഉയരുമെന്നുള്ള പേടിയും കൊണ്ടാണോ? പിന്നെ നമുക്ക് പാചകം ഒന്നും ചെയ്യാനൊക്കുന്നില്ല. അടുക്കളയിലൊക്കെ വെള്ളം മുട്ടുന്നു. എത്ര വീടുകളുണ്ട് നിങ്ങളുടെ? ഏതാ സ്ഥലത്തിന്റെ കൃത്യമായ പേരെന്താ? കുന്നുവാടി പുതൂര്. ഇതിന്റെ അല്ല, കുന്നുവാടി പുതൂര്. എത്ര വീടുകളുണ്ട് അവിടെ? അവിടെ 10-15 വീടുകളുണ്ട്. ആളുകളെല്ലാം മറ്റു സ്ഥലങ്ങളിലേക്ക് മാറുവാണോ? മാറുക. അവരെല്ലാം വെള്ളത്തിന്റെ കിടക്ക്. ആരും അങ്ങ് പോകുന്നില്ല. വലിയ വീടൊന്നും അതിലും ഉള്ളതിനകത്ത് ഉള്ള സൗകര്യത്തിൽ വെള്ളത്തിൽ തന്നെ ഇരിക്കുക. ഇനിയിപ്പം തണുപ്പായതുകൊണ്ട് നമുക്ക് പാചകം ചെയ്യാനും ബുദ്ധിമുട്ട്.
നിങ്ങളുടെ വീട്ടിലെല്ലാവരും മാറിയോ? ഞങ്ങൾ രണ്ടുപേരെ വീട്ടിലുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഇനി പോരുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? ബന്ധുവീടുകളിലേക്ക്. ബന്ധുവീട്ടിലേക്ക് പോവുക. അതാണ് അവസ്ഥ. ഈ കുതിരച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ കർഷക തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അവര് 3 ദിവസമായി ഈ വെള്ളക്കെട്ട് അനുഭവിക്കുന്നുണ്ട്. പലരും ബന്ധുവീടുകളിലേക്കൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് അവിടുത്തെ സാഹചര്യം? എങ്ങനെയുണ്ട്? വെള്ളമാണ് പൊതുവെ. ആണല്ലേ? എത്ര ദിവസമായി പ്രശ്നം തുടങ്ങിയിട്ട്? 3 ദിവസമായി. 3 ദിവസമായി. വെള്ളം കൂടുവാണോ? ഇറങ്ങുന്നുണ്ടോ? ഇപ്പം നിന്നും തോന്നുന്നു വരവ്, വലുതായിട്ടുള്ള വരവ് നിന്ന്. എന്നാലും വെള്ളം ഇപ്പോഴും രാവിലെ വന്നിട്ടുണ്ട്. അവിടെ തന്നെയാണോ ഇപ്പോഴും താമസം? അതെ അതെ. വീട്ടിലകത്ത് വെള്ളം കയറിയോ? കിച്ചണിലെല്ലാം കയറിയിട്ടുണ്ടല്ലേ? അതാണ് സാഹചര്യം. ഇതാണ് ഫയർഫോഴ്സിന്റെ ടീം ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി പോയിട്ടുണ്ട്. കാരണം ആളുകളെ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവരെ ഇങ്ങോട്ട് എത്തിക്കേണ്ട സാഹചര്യമുണ്ട്, ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ട്. ഈ പറഞ്ഞതുപോലെ ആലപ്പുഴയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി, പ്രത്യേകിച്ച് അപ്പർ കുട്ടനാടിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ജലം തന്നെയാണ്. ഈ പത്തനംതിട്ട അടക്കമുള്ള ഇടങ്ങളിൽ മഴ ശമിച്ചാൽ മാത്രമേ അവിടെ നിന്നുള്ള വെള്ളം ഇവിടെ നിന്ന് ഒഴുകി മാറിയാൽ മാത്രമേ, പ്രത്യേകിച്ച് കുട്ടനാട് അപ്പർ കുട്ടനാട് കടന്നാണ് ഈ ജലം തോട്ടപ്പള്ളി സ്പിൽവേ ഒക്കെ വഴി കടലിലേക്ക് പുറന്തള്ളേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും ജലം ഇറങ്ങി തുടങ്ങുമ്പോൾ ഇവിടെ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഈ നമ്മളെ എടത്തുവ തലവടി ഭാഗങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. അതിനുവേണ്ടിയുള്ള അവരെ മറ്റു ആളുകളെ കരക്കെത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ പൊതുവെ ഇന്നും മഴയ്ക്ക് ശമനമുണ്ട്. ഇന്നലെ പകലും മഴ കുറവായിരുന്നു. പക്ഷേ രാത്രി സമയങ്ങളിൽ നല്ല മഴ അനുഭവപ്പെടുന്നുണ്ട്. പമ്പയും അച്ചൻകോവിൽ മണിമല ആറുകളുടെ ജലനിരപ്പ് ഉയർന്നുണ്ടെങ്കിൽ പോലും അപകട നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. പലയിടങ്ങളിലും ചമ്പക്കുളം അടക്കമുള്ള പലയിടങ്ങളിലും മടവീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ മടവീഴ്ച ഉണ്ടായ പ്രദേശങ്ങളിലും 300ഓളം, ചമ്പക്കുളത്തെ നമ്മൾ പോയ മാനഗിരി പാടശേഖരം, ഇടപ്പാടം മാനഗിരി പാടശേഖരത്തിന് ചുറ്റുമുള്ള 300ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മഴ അടക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവിടുത്തെ പാടശേഖര സമിതിയും ഒപ്പം പഞ്ചായത്ത് ഭരണകൂടവും എല്ലാം ചേർന്ന് അത്തരം നടപടിക്രമങ്ങളിലേക്ക് അവർ കടക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കിഴക്കൻ മേഖലയിലെ വെള്ളം അത് അപ്പർ കുട്ടനാട് മേഖലയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. കാസർഗോഡ് കണ്ണൂർ ദേശീയപാതയിൽ ചെറുവത്തൂർ മൈച്ച പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടു. സമീപത്തെ വീരമലക്കുന്നിൽ ശക്തമായ മണ്ണിടിച്ചിലുണ്ടായതോടെ ഗതാഗതത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. കാസർഗോഡ് മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വെള്ളം കയറി. മഴക്കെടുതിയിൽ ജില്ലയിൽ ഇന്നലെ മാത്രം 17 വീടുകൾക്ക് നാശമുണ്ടായി. മരം കടപുഴകി വീണ് വൈദ്യുതി തടസ്സപ്പെട്ട കൊപ്പലിൽ വൈദ്യുതി ഇതുവരെ പുനഃസ്ഥാപിച്ചില്ല. 300-ലധികം കുടുംബങ്ങൾ ഇരുട്ടിൽ. കാസർഗോഡ് ജില്ലയിൽ കാലവർഷത്തിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 61 വീടുകൾ ഭാഗികമായി തകർന്നിരിക്കുന്നു, 4 വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഇന്നലെ മാത്രം 17 വീടുകളാണ് ഇത്തരത്തിൽ തകർന്നത്. എന്തായാലും 3 ദിവസങ്ങളിൽ തുടർച്ചയായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത്. മലയോര പ്രദേശങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയും ഒപ്പം ഉരുൾപൊട്ടൽ ഭീഷണിയും നിലനിൽക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ രാത്രികാല യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാതയിൽ വീരമലക്കുന്നിൽ ചെറുവത്തൂരിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇതുവഴി ചരക്ക് വാഹനങ്ങൾ മാത്രമാണ് കടത്തിവിടുന്നത്. നാളെ വരെ ഇത്തരത്തിൽ മറ്റു വാഹനങ്ങൾ ഇതുവഴി യാത്ര ചെയ്യരുതെന്ന ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഈ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഉദുമ കാപ്പിൽ ഇന്നലെ കാറ്റിൽ വൈദ്യുതി തൂണുകൾ നിലംപൊതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 21ഓളം വൈദ്യുതി തൂണുകളാണ് ഇത്തരത്തിൽ നിലംപൊത്തിയത്. ഈ പ്രദേശങ്ങളിൽ ഇതുവരെ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വൈദ്യുതി വകുപ്പിന് ആയിട്ടില്ല. 300ഓളം കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ ഇരുട്ടിൽ തന്നെയാണ്. പല മേഖലകളിലും മരം കടപുഴകി വീഴുന്ന ഒരു സാഹചര്യവും ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും തീരപ്രദേശങ്ങളിൽ കടലാക്രമണ ഭീഷണിയും രൂക്ഷമായി നിലനിൽക്കുന്നു. മരക്കാപ്പ് കടപ്പുറത്ത് 3ഓളം കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിച്ചിട്ടുണ്ട്. എന്തായാലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആരും തന്നെ മാറിയിട്ടില്ല. ഈ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ബന്ധുവീടുകളിലേക്കാണ് ആൾക്കാർ മാറി താമസിച്ചിട്ടുള്ളത്. എന്തായാലും മഴ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ കൂടി വന്നാൽ ഇത്തരത്തിൽ കുടുംബങ്ങൾ നിരവധി കുടുംബങ്ങളെ മാറ്റി താമസിക്കേണ്ട ഒരു സാഹചര്യമാണ് ജില്ലയിലുള്ളത്. എന്തായാലും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ജാഗ്രത പുലർത്തണം എന്ന മുന്നറിയിപ്പും ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്.
എറണാകുളം കോതമംഗലത്ത് നിയന്ത്രണം വിട്ട കാർ ഇരുചക്ര വാഹനങ്ങളിലും പച്ചക്കറി കടയിലേക്കും ഇടിച്ചു കയറി. ഇന്നലെ തങ്കളം കവലയ്ക്ക് സമീപമാണ് അപകടം നടന്നത്. നിയന്ത്രണം വിട്ട കാർ ആദ്യം ഒരു ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം പച്ചക്കറി കടയുടെ മുൻഭാഗം തകർത്തുകൊണ്ട് മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ചു നിന്നു. 3 പേർക്ക് പരിക്കുണ്ട്. ഇതിൽ 2 പേർക്ക് പരിക്ക് സാരമാണ്. മലപ്പുറം കരുളായിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സിലേക്ക് സൈക്കിൾ ഇടിച്ചു കയറി. സൈക്കിൾ യാത്രക്കാരനായിരുന്ന വിദ്യാർത്ഥി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പാലാങ്കര ഭാഗത്തു നിന്നും സൈക്കിളിൽ വരികയായിരുന്ന വിദ്യാർത്ഥി കരുളായി ഭാഗത്തു നിന്നും വരുന്ന സ്കൂൾ ബസ്സിൽ ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥി ആദിത്യനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറം കക്കാട് ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം 10ഓളം പേർക്ക് പരിക്ക്. ആരുടെയും നില ഗുരുതരമല്ല. കക്കാട് ജംഗ്ഷനിൽ വെച്ചാണ് അപകടം. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോയ ബസ്സും മഞ്ചേരിയിൽ നിന്ന് പരപ്പനങ്ങാടിയിലേക്ക് പോയ സ്വകാര്യ ബസ്സുമാണ് അപകടത്തിൽപ്പെട്ടത്. News18 Express പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും Malayalam.news18.com സന്ദർശിക്കുക.